الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മോട് അള്ളാഹു കരുണ കാണിക്കണമെങ്കിൽ നാം കരുണയുള്ളവരായിരിക്കണം എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നു. പൊതുവെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹം കരുണ പറ്റി വരണ്ട അല്ലെങ്കിൽ കരുണ പറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യർ കാണിക്കുന്ന ക്രൂരത, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരല്പം പോലും മനസ്സിലില്ലാത്ത നിലക്ക് അങ്ങേയറ്റത്തെ ക്രൂരതകൾ സ്വന്തം രക്തത്തിൽ പിറന്നവരോട്, കൂടപ്പിറപ്പുകളോട്, സഹപാഠികളോട് തുടങ്ങി മനുഷ്യർ അവരുമായി ഇടപഴകുന്ന ആളുകളോട്, മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണമാകുന്ന രൂപത്തിലുള്ള ക്രൂരതകൾ ഇന്ന് മനുഷ്യർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മതഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ മതഭ്രാന്ത് മൂത്ത് സഹജീവിയെ പേപ്പട്ടയെ കൊല്ലുന്നത് പോലെ അടിച്ചു കൊല്ലുകയും വീണ് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് വീണ്ടും ചാടി മറയുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ വീഡിയോകളിലൊക്കെ കാണാറുണ്ടായിരുന്നു. എന്നാൽ അത് നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്കും സഹപാഠികളെ ഇടിച്ചും അടിച്ചും കൊല്ലുക, യാതൊരു കരുണയുടെ അംശം പോലും ഇല്ലാതെ ക്രൂരതകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതൊക്കെ നമ്മുടെ വിദ്യാസമ്പന്നരാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ ഇടയിലും വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർ കാണിക്കുന്ന പല പ്രവർത്തനങ്ങളും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യ വംശത്തിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നു കിടക്കുമ്പോ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കരുണയുള്ള മനസ്സിന്റെ ഉടമകൾ ചെയ്യുക.
എന്നാൽ ഇന്ന് പുതുതലമുറയും നമ്മുടെ ആധുനിക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആക്കണം, വ്യാപിപ്പിക്കണം എന്നുള്ളത്. എനിക്ക് വേഗം സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് വിടുക എന്നുള്ളത്. മനുഷ്യരുടെ മനസ്സ് ഈ അക്രമവാസനയുള്ള ക്രൂരതയുള്ളതായി തീരാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം അത് മീഡിയകൾ തന്നെയാണ്. സിനിമകൾക്ക് വലിയൊരു പങ്കുണ്ട്. സിനിമകളിലെ സ്റ്റണ്ട് രംഗങ്ങള്, രക്തം ചീറ്റുന്ന രംഗങ്ങൾ, അടിച്ചു കൊല്ലുന്ന രംഗങ്ങൾ, വെടിവെച്ച് കൊല്ലുന്ന രംഗങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സിനെ ക്രൂരമാക്കി തീർത്തിരിക്കുന്നു. രക്തം ചിന്തുക എന്നതും കൊല്ലുക എന്നതുമൊക്കെ ഒരു നിസ്സാര സംഭവമാണ്, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നിടത്തേക്ക് ഇതെല്ലാം ഒരു സാർവത്രികമാവുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ ഇതെത്തിച്ചിരിക്കുന്നു. മീഡിയകൾ, സിനിമകൾ, സീരിയലുകൾ, അതുപോലെ തന്നെ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഇത്തരം ക്രൂരതകളെ വളരെ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ക്രൂര പ്രവൃത്തികളുടെ ഒക്കെ എല്ലാ തിന്മകളുടെയും മാതാവായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ലഹരി വസ്തുക്കളെയാണ്. പ്രവാചക തിരുമേനിയുടെ ഹദീസിൽ നമുക്ക് കാണാം, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ മ്ലേച്ഛവൃത്തികളെയും തോന്നിവാസങ്ങളുടെയും മാതാവ് മദ്യമാണ്. ഫമൻ ശരിബഹ ഫലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ. ആരെങ്കിലും ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഫഇൻ മാത്ത വഹിയ ഫി ബത്നിഹി, അതവന്റെ വയറ്റിലായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ മാത്ത മീത്തത്തൻ ജാഹിലിയ്യ, ഈമാനില്ലാത്ത മരണമാണ് അവൻ മരിക്കുന്നത്. അവൻ വിശ്വാസികള് ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയും മനുഷ്യർ മൃഗങ്ങളായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിൽ വിശ്വാസികൾ എത്തിപ്പെടുകയില്ല. ഞാനിവിടെ ലഹരിയെ കുറിച്ച് പറയാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ മനസ്സിൽ നിന്ന് കരുണ വറ്റി വരണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആധുനിക സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സമൂഹം എത്ര ദുഷിച്ചാലും വിശ്വാസി വേറിട്ട് നിൽക്കണം. വിശ്വാസിയുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ടാവണം. അങ്ങനെയുള്ളവനെ വിശ്വാസി ആവുകയുള്ളൂ. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മെ സൃഷ്ടിച്ച റബ്ബ് അവൻ കാരുണ്യവാനാണ് എന്നാണ് അവൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളോട് എന്ത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും ബിസ്മില്ലാഹ് അർ റഹ്മാൻ അർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാ. അപ്പൊ അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് കാരുണ്യവാനാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അത് അള്ളാഹ് പറഞ്ഞു തന്നതാണ്. അള്ളാഹു കാരുണ്യവാനാണ്. ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എന്നോട് അതിക്രമം ചെയ്യുക എന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. ആ മനുഷ്യൻ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വറഹ്മത്തി വസിഅത് കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാറ്റിലും വിശാലമാണ്. അള്ളാഹു പറയാം എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായി കിടക്കുകയാണ്. അപ്പൊ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് റബ്ബ് എന്ന് ഓരോ ദിവസത്തിലും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവർത്തിക്കുന്നതിലൂടെ. അപ്പൊ റബ്ബ് കാരുണ്യവാനാണ് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുമ്പോ ആ റബ്ബിന്റെ കരുണ കൊണ്ടാണ് നിങ്ങൾക്ക് ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി മാർഗദർശനം നൽകാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചത് വരെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് ഖുർആൻ അറിയിക്കുക. അള്ളാഹു അറിയിക്കുക. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ മുഹമ്മദ് നബിയെ നാം അയച്ചിട്ടില്ല എന്നതാണ്. മനുഷ്യന് ഭൗതിക ലോകത്ത് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ, അതിലുപരി പരലോക വിജയം നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാർഗം പിന്തുടരണം. അപ്പൊ അത് കാരുണ്യമാണ് അള്ളാഹുവിന്റെ. ഇനി മുഹമ്മദ്
മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസം അനുഭവിക്കുക എന്നത് ആ പ്രവാചകന് വലിയ പ്രയാസമുള്ള ഭാരമേറിയ കാര്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അത്യാഗ്രഹമുള്ളവനാണ്, നിങ്ങൾക്ക് നന്മ വരണമെന്ന് അത്യാഗ്രഹമുള്ളവനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവുമുള്ളവനാണ്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന, എല്ലാവരോടും സ്നേഹവും ഗുണകാംക്ഷയും വെച്ച് പുലർത്തുന്ന കരുണയുള്ള മനസ്സിന്റെ ഉടമയാണ് അള്ളാഹുവിന്റെ ദൂതൻ. അപ്പൊ അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു പറഞ്ഞയച്ച ദൂതനാവട്ടെ ആ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തോട് മുഴുവൻ സ്നേഹവും കരുണയുള്ളവനാണ്. ഇനിയോ ഈ സമൂഹം എങ്ങനെയാവണം? അള്ളാഹു കാരുണ്യവാനായതോടൊപ്പം, അവൻ പറഞ്ഞയച്ച പ്രവാചകൻ കാരുണ്യവാനായതോടൊപ്പം, ഈ ഏത് സമൂഹത്തിലേക്കാണോ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച ആ സമൂഹം മുഴുവൻ കരുണയുള്ളവനായിരിക്കണം എന്ന് അള്ളാഹ് പറയാ. നിങ്ങൾ റഹ്മാൻ, കരുണയുള്ളവരോടെ അള്ളാഹു കാരുണ്യം കാണിക്കുകയുള്ളൂ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് എന്റെ റസൂൽ അള്ളാഹു അറിയിച്ചതായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ. അപ്പൊ മനുഷ്യൻ വിശ്വാസി എന്ന് പറഞ്ഞാൽ കരുണയുള്ളവനായിരിക്കണം. സ്നേഹവും കരുണയും ഇല്ലാത്ത മനസ്സിന്റെ ഉടമകളോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല. ഒരുപക്ഷെ ഇന്ന് ഈ പ്രകൃതിയിൽ വരെ വമ്പിച്ച മാറ്റവും അങ്ങേയറ്റത്തെ ദുരിതവും മനുഷ്യർ അനുഭവിക്കാനുള്ള കാരണം വരെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ആയിരിക്കാം. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ അള്ളാഹു മാറ്റം വരുത്തുമെന്ന് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൊടും ചൂടൊക്കെ അനുഭവിക്കാനുള്ള ഒരു കാരണം, മഴ കുറയാനുള്ള കാരണം മനുഷ്യ മനസ്സിലെ സ്നേഹവും കരുണയും വറ്റി വരേണ്ടത് കൊണ്ടായിരിക്കാം. അള്ളാഹു അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു നമ്മെ അറിയിക്കുന്നത്, സമൂഹം എത്രത്തോളം ക്രൂരമായിരുന്നാലും അക്രമവാസനയുള്ളവരായിരുന്നാലും കരുണ വറ്റി വരേണ്ടവരായിരുന്നാലും ശരി, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും കരുണയും ഉണ്ടാവണം എന്നതാണ്. ഈ സ്നേഹം കരുണ എന്ന് പറഞ്ഞത് അത് കേവലം മനസ്സിലുള്ള ഒരു വികാരം മാത്രമായിട്ടല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അത് മനുഷ്യന്റെ മനസ്സിലുള്ള വികാരമാണ് എന്നതോടൊപ്പം അവന്റെ പ്രവർത്തനത്തിലൂടെ വരണം ആ സ്നേഹവും കരുണയും ഒക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തില്ല. ഈ ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിഞ്ചു മക്കളെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. പൈതം മക്കളുണ്ടല്ലോ, ചെറിയ ശിശുക്കള്, കുഞ്ഞുങ്ങള്, അവരെ പ്രത്യേകം പരിഗണിച്ചിരുന്നു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്താദ റളിയല്ലാഹു അൻഹു പറയാ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമ്മുൻ നാസ, ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ റസൂൽ തിരുമേനിയെ കണ്ടിട്ടുണ്ട്. വഹുവ ഹാമിലുൻ ഉമാമത്ത ബിൻത് സൈനബ്, സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നതായിട്ട്. ഫഇദാ സജദ വലഅഹ, അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ അവിടെ നിലത്ത് വെക്കും. വഇദാ ഖാമ ഹമലഹ, നിൽക്കുന്ന സമയത്ത് എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പൊ ചെറിയ മക്കള് നിലത്ത് വെച്ചാൽ കരയുന്ന രൂപത്തിലുള്ള മക്കളെയൊക്കെ അനിവാര്യമായ ഘട്ടത്തിൽ എടുത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാമെന്ന്. ആ സമയത്ത് പോലും അവരെ പരിഗണിക്കാതെ അവഗണിച്ചു വിടുന്ന കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമകളല്ല വിശ്വാസികൾ എന്ന്. ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരത്തിൽ പോലും മക്കളോട് കരുണ കാണിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ പറയുന്ന സമയത്ത് പോലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കയറി വന്നാൽ അവരെ പരിഗണിച്ചിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവര് ചിലപ്പോൾ മിമ്പറിലേക്ക് കയറി വന്നാൽ പോലും മിമ്പറിൽ വെച്ച് ഉമ്മ കൊടുക്കുന്ന,
അത്രത്തോളം മക്കളോട് സ്നേഹവും കരുണയും കാണിച്ചുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരിഗണിച്ചിരുന്നത്. അത് മാതൃക കാണിച്ചിരുന്നു. അപ്പൊ മക്കളോട് അങ്ങനെ കരുണ കാണിക്കണം. ഇപ്പൊ ആധുനിക സൈക്കോളജി പറയുന്നത് മക്കളോട് സ്നേഹവും കരുണയും കാണിക്കാതെ അവരെ വളർത്തിയാൽ അവർ ഭാവിയിൽ വലിയ ക്രൂര മനസ്സുള്ളവരും സാമൂഹ്യ ദ്രോഹികളായിട്ട് മാറുമെന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും കാണിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചപ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പഠിച്ചവനെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച് വളർത്തിയത് പോലെ അവരോട് കരുണ കാണിക്കണം. അപ്പൊ ചെറുപ്പത്തിൽ കരുണ കാണിക്കാതെയാണ് വളർത്തിയതെങ്കിലോ ആ പ്രാർത്ഥന നേരെ തിരിച്ചടിയാകും. ചെറുപ്പത്തിൽ കരുണ കാണിക്കാതെയാണ് മക്കളെ. അപ്പൊ ചെറുപ്പത്തിൽ അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും കാണിച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം മക്കളെ വളർത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുകയും അത് കൃത്യമായി നമുക്ക് പ്രായോഗികമായി കാണിച്ചു തരികയും ചെയ്തു. ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടാൽ നിസ്കാരം ചുരുക്കുമെന്നാണ് റസൂലും സഹാബികളൊക്കെ. ഖിയാമുൽ ലൈലിന്റെ റക്അത്തിന്റെ ദൈർഘ്യം ചുരുക്കുമെന്ന്. അപ്പൊ അത്രത്തോളം കരുണയും സ്നേഹവും കാണിച്ചിരുന്നു സൃഷ്ടികളോട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഖ്റ ഇബ്നു ഹാബിസ് എന്ന ഒരു അഅറാബിയായ മനുഷ്യൻ, സഹാബിയാണ്, വിശ്വാസിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് ചുംബിക്കുന്നതായിട്ട് ഇദ്ദേഹം കാണുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒറ്റൊന്നിനെയും ചുംബിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ റസൂൽ ആ സമയത്ത് പറഞ്ഞ മറുപടി, ആ സമയത്ത് റസൂലുള്ളാഹി മല്ലാ യർഹം ലാ യുർഹം, കരുണയില്ലാത്ത മനസ്സുകളോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് അതാ ആ സന്ദർഭത്തിലാണ്. 10 മക്കളുണ്ടായിട്ട് ഞാൻ എന്റെ മക്കളിൽ ഒന്നിനെ പോലും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത് കരുണയില്ലാത്ത മനസ്സുകളോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. അപ്പൊ മക്കളോട് കരുണ കാണിച്ച് വളർത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഇണകളോട് അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്റമൻ നിസാഅ ഇല്ലാ കരീമുൻ വമാ അഹാനഹുന്ന ഇല്ലാ ലഈമുൻ, മാന്യന്മാരായിട്ടുള്ള ആളുകളല്ലാതെ സ്ത്രീകളോട് ആദരവും സ്നേഹവും കരുണയും കാണിക്കുകയില്ല, നീചന്മാരല്ലാതെ അവരെ നിന്ദിക്കുകയില്ല എന്ന്. അപ്പൊ ഭാര്യമാരോട് സ്നേഹവും കരുണയും കാണിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളോട് അവർ രോഗികളാകുമ്പോ അവരെ ശുശ്രൂഷിക്കുക, പരിചരിക്കുക, സ്നേഹപൂർവമായ സംസാരങ്ങൾ നടത്തുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഈ കരുണയുടെ സ്നേഹത്തിന്റെയും ഭാഗമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലാത്തു അലാ വഖ്തിഹാ, സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി. ഖുൽതു, പിന്നെ ഞാൻ ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നീട് ഏതാണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ മനസ്സിലുള്ള സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും വരുന്നതാണ്. അവർ രോഗിയായി കിടക്കുമ്പോൾ അവരെ പരിചരിക്കുക, ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ അവഗണിക്കുക, തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതൊക്കെ ക്രൂര മനസ്സിന്റെ ഉടമകളുടെ സ്വഭാവമാണ്. അപ്പം മനുഷ്യ മനസ്സിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും അടയാളമാണ് അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും മനസ്സിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യയോടും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടും മാത്രം വേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മളുമായി ഇടപഴകുന്ന മുഴുവൻ ആളുകളോടും അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ അള്ളാഹു നമ്മോട് നാളെ പരലോകത്ത് വെച്ച് പറയുന്ന, നമ്മോട് എന്ന് പറഞ്ഞ ചില മനുഷ്യന്മാരോട് അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് പറയുന്ന, മരിൽതു ഫലം തഅ്ദുനി, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് അള്ളാഹു ചില മനുഷ്യരോട് പറയുന്നു. അപ്പൊ അയാൾ ചോദിക്കും, റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബെ, നീ രോഗിയാവുകയോ? നീ എങ്ങനെയാണ് രോഗിയാവുക? ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള,
എന്റെ ഇന്നാലിന്ന അടിമ നിന്റെ നാട്ടിൽ രോഗിയായതായിട്ട് നീ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഫലം തഅദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാള് രോഗിയായി പുറത്തിറങ്ങാൻ പറ്റാതെ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിഞ്ഞു കൂടുമ്പോ ആരെങ്കിലും ഒന്ന് എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ, ഒരാശ്വാസവാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്കങ്ങോട്ടും ഇറങ്ങാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ കിടപ്പിലായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അത്തരത്തിലുള്ള ഒരാളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ സന്ദർശിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായിട്ട് പറയാ, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു എന്ന്. ഒരു രോഗിയായി കിടക്കുന്ന ആളെ അടുത്ത് അവരെ സന്ദർശിക്കുമ്പോൾ അള്ളാഹിനെ കാണാം, അള്ളാഹുവിനെ കാണാവുന്ന രംഗങ്ങൾ ഒരു രംഗമായിട്ടാണ് അത് പഠിപ്പിക്കുന്നത്. അവശനായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന ഒരാളെ സന്ദർശിച്ചാൽ അവിടെ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അള്ളാഹു നമ്മോട് ചെയ്ത അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹുവിന്റെ മഹത്വവും അനുഗ്രഹവും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു രംഗമാണ്. അതാ നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു ചില ആളുകളോട് പറയും, ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പൊ ആ അടിമ ചോദിക്കും, റബ്ബേ നീ എങ്ങനെയാണ് വിശക്കുക? നീയാണ് സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവനും സകല സൃഷ്ടികൾക്കും ഭക്ഷണം നൽകുന്നവനും. അപ്പൊ അള്ളാഹ് പറയാണ്, എന്റെ ഇന്ന വിശപ്പ് അനുഭവിക്കുന്നവനും ദാരിദ്ര്യം പിടിപെട്ടവനുമായിരുന്നു, നീ അവനെ പരിഗണിച്ചില്ല, അവനെ ശ്രദ്ധിച്ചില്ല എന്ന്. അവൻ മനുഷ്യരോട് സ്നേഹവും കരുണയും കാണിക്കുക, മനുഷ്യർ അവശരായി പോയാൽ അവരെ താങ്ങി നിർത്തുക, അവരെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകള്, പ്രയാസം അനുഭവിക്കുന്ന ആളുകള്, അവരെ സഹായിക്കുക. അതൊക്കെ നാളെ പരലോകത്ത് അള്ളാഹുവിനെ സഹായിക്കുന്ന രൂപത്തിൽ പരിഗണിക്കുകയും അവന്റെ സൃഷ്ടികളുടെ ആ സന്ദർശനം, അവരെ സന്ദർശിക്കുന്നത് അള്ളാഹുവിനെ കാണാനുള്ള, മനസ്സിലാക്കാനുള്ള, അറിയാനുള്ള രംഗങ്ങളായി പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം സ്നേഹവും കരുണയും സ്നേഹവും കരുണയുള്ള മനസ്സിന്റെ ഉടമകളായിരിക്കണം വിശ്വാസികൾ എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നിങ്ങൾ ഒന്ന് നോക്കി, ഈ സ്നേഹവും കരുണയും ഒന്നും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നില്ലല്ലോ. ഒരാള് അപകടത്തിൽപ്പെട്ട് വീണ് കിടക്കുമ്പോ പോലും അയാളെ ഒന്ന് പരിചരിക്കാനോ വേണ്ടത് ചെയ്യാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോയില്ലേ? അള്ളാഹു അവന്റെ ഗുണമായിട്ട് പറഞ്ഞിട്ടുള്ള പരമകാരുണികൻ, കരുണാനിധി, അള്ളാഹുവിന്റെ ദൂതന്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റത്തെ അനുകമ്പയും കാരുണ്യവും ഉള്ളവൻ, വിശ്വാസികൾ മുഴുവൻ കാരുണ്യവും ഉള്ളവരായിരിക്കണം എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അള്ളാഹുവിന്റെ കാരുണ്യവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കരുണയുള്ള മനസ്സിന്റെ ഉടമകളായി തീരണം ഞാനും നിങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സർവശക്തനായ നാഥൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വിധേയരാവുന്ന, അതിന് പാത്രീഭൂതരാവുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, കരുണയുള്ളവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണയുള്ള മനസ്സിന്റെ ഉടമകളാവണമെന്നാണ് നമ്മൾ ഒന്നാം ഖുതുബയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മനുഷ്യരോട് മാത്രമല്ല, നമ്മളുമായിട്ട് ഇടപഴകുന്ന അല്ലെങ്കിൽ നമ്മിൽ ഭൂമിയിൽ നിലവിലുള്ള മുഴുവൻ സൃഷ്ടികളോടും ജീവികളോടും കരുണ കാണിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു ദാഹിച്ചു വലഞ്ഞ് മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായ, ആ നായക്ക് മറ്റൊരു പാത്രവുമില്ല, വെള്ളം കിട്ടാനില്ല, കിണറിൽ ഇറങ്ങിക്കൊണ്ട്, ഒരു ജലാശയത്തിൽ ഇറങ്ങിക്കൊണ്ട് ഷൂവിൽ വെള്ളം കൊണ്ടുവന്ന നായക്ക് കുടിക്കാൻ കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു അയാളുടെ പാപം പൊറുത്തു കൊടുത്തു, അയാൾ സ്വർഗാവകാശിയായി എന്ന് റസൂൽ പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഒരു പൂച്ചയെ അതിന്
ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിയിട്ട് ഇതിന്റെ പേരിൽ ഒരു സ്ത്രീ ജീവികളോട് ക്രൂരത കാണിച്ചതിന്റെ പേരിൽ നരകാവകാശിയായി എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചത്. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഴുവൻ ജീവികളോടും കാരുണ്യം കാണിക്കുക എന്നത് മനുഷ്യരുടെ ബാധ്യതയാണെന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മർറ അലാ ഹിമാരി ഖദ് വുസിമ ഫീ വജ്ഹിഹി, മുഖത്ത് എന്തോ വസ്തു ചൂടാക്കിയിട്ട് മുഖത്ത് വെക്കപ്പെട്ട, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒട്ടകത്തിന്റെ അടുക്കിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടന്നുപോയി. ആ സമയത്ത് ഫഖാല ലഅനല്ലാഹു അല്ലദീ വസമഹു, ഈ ജീവിയോട് അങ്ങനെ ക്രൂരത കാണിച്ചവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ആ ശാപം എന്ന് പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ മാത്രം പരിമിതമല്ല. ഏതൊരു ജീവിയോട് നമ്മൾ ക്രൂരത കാണിക്കുന്നുവോ അള്ളാഹുവിന്റെ ശാപത്തിന് നമ്മൾ വിധേയരാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ജീവികളെ ഭക്ഷിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ആ ഭക്ഷിക്കുന്ന സമയത്ത്, അറക്കുന്ന സമയത്ത് പോലും അതിനോട് കാരുണ്യം കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അറവിന്റെ വേദന അത് അനുഭവിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞു, അറവിന്റെ ബാധ്യതയായിട്ട് പഠിപ്പിച്ച കത്തി നന്നായി മൂർച്ച കൂട്ടി വേദന അത് അനുഭവിക്കുന്നതിന് മുമ്പ്, ആ ജീവി വേദന അനുഭവിക്കുന്നതിന് മുമ്പ് അതിന്റെ കഴുത്ത് മുറിഞ്ഞിരിക്കണം എന്നാ. അത്ര പെട്ടെന്ന് അറക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജീവികളെ നമുക്ക് വേണ്ടി തിന്നാൻ അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അറക്കുന്ന സമയത്ത് പോലും അതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു രൂപത്തിൽ അതിനെ ക്രൂരമായി കഴുത്ത് ഞെരിച്ചുകൊണ്ടൊന്നും കൊല്ലാൻ പാടില്ല, വളരെ പെട്ടെന്ന് മൂർച്ച കൂട്ടി അറക്കണമെന്ന് പഠിപ്പിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളുണ്ട്. ആ പട്ടികളെ കൊല്ലാൻ, ഉപദ്രവകരമായ നിലക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പട്ടികളെ കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ കൊല്ലുന്ന സമയത്ത് പോലും അതിനെ ക്രൂരത കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലരും ഈ നായയൊക്കെ കല്ലെടുത്തെറിഞ്ഞ് അതിന്റെ കാലൊടിഞ്ഞ് അതിങ്ങനെ കഷ്ടപ്പെട്ട് തുള്ളി തുള്ളി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ക്രൂരതയാണ്. അതൊക്കെ നമ്മൾ മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. അങ്ങനെ ഈ കല്ലെടുത്ത് ഒരാൾ എറിഞ്ഞിട്ട് അതിന്റെ കാലൊടിക്കുന്നുവെങ്കിൽ ഈ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മളും പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഉപദ്രവകരമായ നിലക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പട്ടികളുണ്ട്. അതിനെ ഈ പറഞ്ഞ രൂപത്തിൽ വളരെ പെട്ടെന്ന് കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ജീവിയോടും ക്രൂരത കാണിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കുക എന്നത് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അങ്ങനെ മനുഷ്യരോടും ജീവികളോടും ഒക്കെ കരുണ കാണിക്കുന്ന, സ്നേഹവും കരുണയുമുള്ള മനസ്സിന്റെ ഉടമകളാവണം നമ്മൾ. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സക്കാത്ത് നിങ്ങൾ തടഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾക്ക് മഴ തടഞ്ഞു വെക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. സക്കാത്ത് എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ക്രൂരതക്കനുസരിച്ച് അള്ളാഹു പ്രകൃതിയിൽ ഇടപെടുകയും പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. നമുക്ക് ദീർഘമായ ഒരു ഹദീസിൽ അത് കാണാൻ പറ്റും. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കാരണം പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. രൂപമാറ്റം വരുത്തുക, മനുഷ്യരുടെ രൂപമാറ്റം വരുത്തുക, ചരൽ മഴ വർഷിക്കുക തുടങ്ങി, തീക്കാറ്റ് ഉണ്ടാവുക, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യരുടെ ക്രൂരമായ പ്രവർത്തനങ്ങൾ കാരണം മനുഷ്യരുടെ വിധേയമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മനുഷ്യര്, നമ്മൾ ഓരോരുത്തരും വിശ്വാസികൾ എന്നുള്ളവർക്ക് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകളാവുക. ഒരുപക്ഷെ ഈ ശിക്ഷകളും പ്രയാസങ്ങളും ഒക്കെ വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരുന്നതാണ്. അള്ളാഹു ഈ കൊടും ചൂടിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകുകയും മഴ വർഷിപ്പിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുമ്മ ആഇസ്നാ, അള്ളാഹുമ്മ ആഇസ്നാ, അള്ളാഹുമ്മ അള്ളാഹുവെ, അനുഗ്രഹീതമായ ഉപകാരപ്രദമായ മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണം റബ്ബേ. ഞങ്ങൾക്ക് ഈ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ സൃഷ്ടികൾ, മനുഷ്യരല്ലാത്ത പാവങ്ങളായ ഒരുപാട് ജീവികൾ, പ്രായമായ മനുഷ്യര്, പ്രായമായ വൃദ്ധരായ സ്ത്രീകളും കുട്ടികളും പിഞ്ചുമക്കള്, അതുപോലെ തന്നെ ജീവികൾ, എല്ലാവരോടും
അവർക്ക് വേണ്ടിയെങ്കിലും റഹ്മാനെ നീ മഴ വർഷിപ്പിക്കുകയും ഈ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തിന്മകളുടെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനെ. എല്ലാ പാപങ്ങളും നീ ഞങ്ങളോട് പുറത്തു തരണ റബ്ബേ. രണ്ട് ലോകത്തും ഞങ്ങളോട് നീ കരുണ കാണിക്കണ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് തരികയും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളും ഞങ്ങൾക്ക് കൺകുളിർമയും സമാധാനം പ്രദാനം ചെയ്യുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്ത് രക്ഷിക്കണ റഹ്മാനെ.